ബ്രഷ് പെയിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ്. ഹാൻഡ് പെയിൻറ്റഡ് പോലെ തന്നെ ഫ്രീ ഹാൻഡ് ബ്രഷ് പെയിൻറ്റഡ് ആയിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷൻ. അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ക്രോഷിയോയും ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സ് ആപ്ലിക്ക് വിത്ത് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം കളക്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ഏവരെയും ആഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഓൺലൈനായി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ www.aham.store. നമുക്ക് വേഗം കാണാം. ഇന്ന് 2 പീസാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് ഫ്രീ ഹാൻഡ് പെയിൻറ്റ് ചെയ്ത് ബ്രഷ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ ഫാബ്രിക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ആ ടോപ്പിൽ ഫ്രണ്ട് പോർഷനകത്ത് റണ്ണിങ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള വീവ് പാറ്റേൺ പ്ലെയിൻ സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് റണ്ണിങ് എംബ്രോയിഡറി കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫ്രീ ഹാൻഡ് ബ്രഷ് സ്ട്രോക്സ് എന്നാണ് അതിന് പറയുന്നത്. ബ്രഷ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഇതാണ് ചെയ്തേക്കുന്നത്. ജാലിയായിട്ട് ലൈറ്റ് ഓറഞ്ചും ഗ്രീനും യെല്ലോയും കോമ്പിനേഷനിലുള്ള ഫ്ലവർ ബഞ്ചസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാമായിരിക്കും ഓരോന്നിൻ്റെ ഇടയ്ക്ക് ക്രോഷിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ആപ്ലിക്ക് ഓർഗൻഡി തുണി വെച്ച് റിവേഴ്സ് ആപ്ലിക്ക് ചെയ്തിട്ട് അതിനകത്തൊരു സീക്വൻസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനെ ക്ലോസ്ലി ഒന്ന് ഇത് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ക്രോഷിയോ. കണ്ടോ, ഇത് ക്രോഷിയോ വെച്ചൊരു ഹോള് പോലെ ചെയ്തിട്ട് അതിനകത്ത് ക്രോഷിയോ വെച്ച് ചെയ്തേക്കുന്നു. ആ ക്രോഷിയോ ഫ്ലവറിന് ചുറ്റുമായിട്ട് പെറ്റൽസ് അല്ലെങ്കിൽ ലീഫ് പോലെ ഓർഗൻഡി തുണി വെച്ചിട്ട് അതിനകത്ത് സീക്വൻസ് ഇട്ട് റിവേഴ്സ് ആപ്ലിക്കാണ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. ഇത് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനെയും കണ്ടോ, ഫ്രീ ആയിട്ടുള്ള ബ്രഷ് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. ഇത് പെയിൻറ്റിങ് അറിയാവുന്നവർക്കറിയാം. ജസ്റ്റ് ബ്രഷ് പെയിൻറ്റിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ബ്രഷ് പെയിൻറ്റിങ് ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തേക്കാണ്. നമ്മൾ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യത്തില്ല, അപ്പോൾ നമുക്കിങ്ങനെ ചെതറി വീഴുന്നില്ല. അങ്ങനത്തെ സ്ട്രോക്സ് പോലത്തെ കൊടുത്തിരിക്കുന്നതാണ് ഇതിനകത്ത് ഇങ്ങനെ റാൻഡമായിട്ട് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. 2.25 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്. പക്ഷേ നമുക്കൊരു 45-46 ഇഞ്ച് ലെങ്ത്തിൽ കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പീസ് വെച്ചിട്ട് ബാക്കിലൊരു ഷോർട്ട് യോക്ക് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഷോർട്ട് യോക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ബാക്ക് വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. പ്ലെയിൻ കോട്ടൺ ഫാബ്രിക്കിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതാണ് അതിൻ്റെ ബാക്ക് വ്യൂ വന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ദുഃഖവെള്ളിയാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വെയർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സെറ്റാണ്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ്. ഷിഫോൺ ദുപ്പട്ടയ്ക്കകത്ത് ഇതുപോലത്തെ തന്നെ പെയിൻറ്റിങ് ഇതാണ് ചെയ്തേക്കുന്നത്. അതും അതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ സെയിം ആർക്ക് ഒരു ഹാഫ് സർക്കിൾ പോർഷനിൽ പീച്ച് കളർ ഈ ഫ്ലവറിൻ്റെ കളർ കോമ്പിനേഷനിലുള്ളൊരു ഡൈ ഇഫക്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, 2 ഇങ്ങനെ ആർക്കായിട്ടുള്ള പോർഷനിൽ. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും അതുപോലെ തന്നെ ഈ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സെയിം ഇഫക്റ്റിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ബോട്ടം യെല്ലോ കളറാണ്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ www.aham.store എന്നാണ് നമ്മുടെ വെബ് പേജിൻ്റെ ലിങ്ക്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോസ് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യാം. അടുത്തത് വരുന്നതും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് തന്നെയുള്ളതാണ്. ഇപ്പം നമ്മൾ കണ്ട പോലത്തെ സെയിം കളക്ഷൻ തന്നെയാണ്. ഇതുണ്ടോ, ഇതിനകത്ത് വന്നേക്കുന്നത് പിങ്ക് പീച്ച് കളറിലുള്ള ഫ്രീ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് പെയിൻറ്റഡ് ആയിട്ടുള്ള സെറ്റാണ്. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എംബ്രോയിഡറി ലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റിൻ്റെ ഇലൂഷൻ കൂടുതൽ തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ ഫ്ലവേഴ്സ് പോകുന്നുണ്ട്. ആ ഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റഡ് ഫ്ലവേഴ്സ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ക്രോഷിയോ ലേസിൻ്റെ ഒരു ഫ്ലവർ ഡിസൈൻ, അതിനകത്ത് റിവേഴ്സ് ആപ്ലിക്കിനകത്ത് സീക്വൻസ് ഇട്ട് ഓർഗൻഡി ഫ്ലവർ വെച്ചിട്ടുള്ള ബൂട്ടീസും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാട്ടോ ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോവർ പോർഷനിൽ ഇങ്ങനത്തെ സിംഗിൾ ആയിട്ടുള്ള ക്രോഷിയോ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ക്രോഷിയോ ലേസ് പോലെയും ലോവറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നേക്കുന്നതും ഇതുപോലത്തെ തന്നെ സിംഗിൾ ആയിട്ടുള്ള അതിൻ്റെ മുട്ടുകൾ മാത്രമുള്ളതാണ് ബാക്കിൽ വന്നേക്കുന്നത്. ഫ്രണ്ടിലും മുട്ടും ഫ്ലവറും കൂടെ ഉള്ള ജാലി ഡിസൈൻ അല്ല നമ്മൾ കണ്ടത്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ദുപ്പട്ടയ്ക്കകത്ത് ആ പ്യുവർ വൈറ്റ് കളറില്ലാത്ത ആ സെമി സർക്കിൾ ഡിസൈൻസ് ഇങ്ങനെ ബോർഡറിൽ പോകുന്നുണ്ട്. അകത്ത് ഈ കണ്ടിരുന്ന സെയിം ജാലി ഡിസൈൻ തന്നെ സെൻറ്ററിൽ 3 ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. സെൻറ്ററിലൊന്ന്, ലോവറിലൊന്ന്, ബാക്കിലൊന്ന്, 2 ആച്ചലിലും ഓരോന്നായിട്ടും, പിന്നെ ഇടയ്ക്ക് ഫ്രീ ഹാൻഡായിട്ടും. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷനിലാണ്, പിങ്ക് കളറിൽ. ഇതാണ് ആ ഫുൾ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. ഇൻ കേസ് നിങ്ങൾക്കൊരു വൈറ്റ് ബോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോട്ടം ഇട്ട് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അപ്പം കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓൺലൈനായി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ www.aham.store